അവിടെ ചോദിച്ചാ ഇതാക്കി തരും. ഓക്കെ സെറ്റ് കേറട്ടെ. ഇതെന്താ രാത്രിയായോ? ചന്ദ്ര അളിയാ പോയാ? മലരം പോയി. 5 years of legacy. അപ്പൊ ഞാൻ ഗെയിമിലുണ്ടാവേ, അങ്ങോട്ട് വാ. ഓക്കെ So guys, let's go. അപ്പൊ നമ്മൾ തുടങ്ങുവാണേ. 5 വർഷം എന്നെ നിങ്ങൾ ഇങ്ങനെ കണ്ടോണ്ടിരുന്നതിന് ആദ്യം നന്ദി പറയുന്നു. നന്ദി. ഇതൊക്കെ ആരാടാ അതിന്റെ ഇടയ്ക്കൂടെ? ഇതാ ഞാൻ നിങ്ങളെ, ഇതും പഴയ വണ്ടിയായിരിക്കും. എടാ ഇത് ആരാടാ? അപ്പാപ്പനാണെന്ന് തോന്നുന്നു കേട്ടാ. അപ്പാപ്പൻ. ഞാൻ പുതിയ കുറച്ച് ഹാക്സ് ഇട്ടിട്ടുണ്ട്. ഒന്ന് എനേബിൾ ചെയ്തോട്ടെ. അപ്പാപ്പ കുണ്ണത്തര കാണിക്കല്ലേ അപ്പാപ്പ. എന്നെ തല കുനിച്ച് നിർത്തിയടാ. അപ്പാപ്പനാണേ. സോ ഗൈസ്, നമ്മുടെ പരിപാടികളൊക്കെ നടക്കാൻ പോണത്. പരിപാടിയുടെ സ്റ്റേജ് ഒന്നും വന്നിട്ടില്ലേ? ഒന്നുമില്ല വണ്ടി അതിനകത്ത് നമുക്ക് ഫോണാക്കി എടുത്ത് ഓടിക്കാം. അതാണ് സ്റ്റേജ് എന്തിയേ? എനിക്കറിഞ്ഞടാ. വണ്ടി ഫോണാക്കി നമുക്ക് എടുത്ത് ഓടിച്ച് കളിക്കാം. കാർഗോ മാച്ച് ബ്രോ, താങ്ക് യു സോ മച്ച് ഫോർ ഈഗിൾ ഗെയിമിംഗ് മെമ്പർഷിപ്പ്. ഗയ്സ് ഇവിടെയായിരുന്നു സ്റ്റേജ്. നിക്ക് ഞാൻ റേഡിയോയിൽ ഒന്ന് കേറട്ടെ. ഞങ്ങൾ രണ്ടും മാത്രമേ ഉള്ളൂ, ഞാനും ഇല്ലു. 1 2 3 അല്ലേ പാസ്വേഡ്? ആ തക്കട് വെക്കില്ല. എടാ വില്ലുമോനെ, നീ എന്താ അപ്പിത്തരവാടാ കാണിക്കണ വില്ലുമോനെ? എടാ ബാനർ ഇടലെന്ന് പറഞ്ഞല്ലേടാ വില്ലുമോനെ? ഈ ടെസ്റ്റർ നീ ആരെ കാണിക്കണ ബാനർ ഇട്ടേ? എടാ കേക്കുന്നില്ലേ വില്ലു? ഹലോ കേക്കുന്നുണ്ടോ? അവന് ഹലോ വില്ലു കേക്കുന്നുണ്ടോടാ? റെസ്പോണ്ട് ചെയ്യടാ. ഹലോ അപ്പൊ ഇനി ആദ്യമേ പറഞ്ഞേക്കുന്നത് ഇതാണ് ബാനർ. വാണക്കണ്ടിയൊക്കെ എടാ വില്ലുമോനെ ആരെങ്കിലും ഒന്ന് വിളിച്ചേടാ. ഇങ്ങനെ അപ്പൊ ഇനി ഓരോരുത്തർ റിവീൽ ചെയ്തോളും കേട്ടോ ഗൈസ്. യെസ്, അതാണ് ബാനർ, നമ്മുടെ പുതിയ ബാനർ. ആൻഡ് അതിലൊരു ഈഗിളിനെ നിങ്ങൾക്ക് കാണാൻ പറ്റും. സോ ആ ഒരു തീമിലാണ് ചെയ്തേക്കുന്നത്. ഒരു ഈഗിൾ വിത്ത് ഒരു റെഡ് ഐസ്. അത് നിങ്ങൾക്ക് പ്രോപ്പർ ബാനറായിട്ട് വരുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും. ആൻഡ് ഇതാണ് നമ്മുടെ ഈ ഒരു കളർ കോമ്പിനേഷൻ നമുക്ക് കൊണ്ടുവന്നേ പറ്റുള്ളായിരുന്നു. കാരണം നമ്മൾ ഈ ട്രൈ കളറാണ് സെലക്ട് ചെയ്തത്. അവൻ ഉറങ്ങാൻ പോവാണെന്ന് ടെസ്റ്ററുകളുള്ളവരെ അറിയിച്ചിട്ട് പോയതായിരിക്കും കേട്ടാ. ഇറങ്ങി ഓടി. TX4 ഉണ്ടോ? ഇല്ലല്ലേ, എനിക്കിവിടെ TX4 ഒന്നും ഇല്ല. TX ആണ്. യുവർ ഐഡന്റിറ്റി ലൈറ്റ് ഇല്ലേ? എടാ ഇതെന്താ ഇത്ര ഇരുണ്ട് പോയത്? എനിക്ക് ഭയങ്കര ഇരുട്ടടാ ഇൻ ഗെയിമിനകത്ത്. ബ്രൈറ്റ്നസ് കൂട്ടണോ? മറ്റേ സാധനം ഓഫാക്കി നോക്കിയേ, വ്യത്യാസം ഉണ്ടോ? ബ്രൈറ്റ്നസ് എവിടെയാ കൂട്ടണേ? അയ്യോ ആണാ, പുറത്തോ ഒരു സെക്കൻഡ് പുറത്തോ. എന്താടാ എവിടെ വരാനാ? ഒന്ന് സ്ക്രീൻ ഇട്ടാ. ഹലോ, സ്ക്രീൻ ഇട്ടാ? എടാ ഈ വില്ലുമോൻ കേറി ബാനർ ലീക്ക് ആക്കിയടാ. അവനിഞ്ഞ് വിളിച്ചവനെ വരുന്നില്ല എടുത്തിട്ട് അവൻ ട്രെൻഡിനൊപ്പം
എടാ ഒന്ന് എല്ലായിടത്തും ഒന്ന് കേറാൻ പറയാം മന്ദാരം. ഞാൻ രണ്ടുപേരും മാത്രമേ എല്ലാരും കേറുന്നുണ്ടാണ്, എല്ലാരും കേറുന്നുണ്ട്, എല്ലാവർക്കും വൈറ്റ് ലിസ്റ്റ് ഞാൻ ഇട്ടോണ്ടിരിക്കുക. പെട്ടെന്ന് പെട്ടെന്ന് കേറ്. ആരാ അഡ്മിനല്ലേ ഗ്യാങ് ഹൗസ് ഡ്രാഗാക്ക്? ആ ഞാൻ അഡ്മിനാടാ. ഞാൻ ഡ്രാഗാക്കാൻ ഇവിടെ ഇരിക്കാം. ഞാൻ മന്ദാരത്തിനോട് പറഞ്ഞ ആ ഇനി ഒരു ബാനും കൂടെ മേടിച്ചാ ഇല്ല 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 എനിക്ക് കിട്ടൂലെന്നാ പറഞ്ഞേ. ഞാൻ സംസാരിച്ച് മന്ദാരം ഇതൊന്ന് പകലാക്കി തരുവാടാ ഒന്ന് എല്ലാരും കേറുന്നവരെ. മന്ദാരേ മന്ദരം പോയി. അണ്ണാ ഞാൻ പറഞ്ഞുതരാം എന്താ ചെയ്യണ്ടെന്ന്. ഷിഫ്റ്റ് എൻട്രിക്ക് ഷിഫ്റ്റ് എൻട്രി അതിനകത്ത് ആ എഫക്ട് അത് മിനിമൈസ് ചെയ്യും. ആ എഫക്ട് എന്ന് പറഞ്ഞ് കിടക്കുന്ന സെക്ഷൻ കണ്ട അത് മിനിമൈസ്. താഴെ കളർ കറക്ഷൻ കണ്ട അതിനകത്ത് ആ ബ്രൈറ്റ്നെസ് ഒരു 3 or 4 ഇട്ട് നോക്ക്. വെറുതെ 4 ടൈപ്പ് ഇട്ട് എൻട്രി അടിച്ചാൽ മതി. കുറച്ച് കൂടിയില്ലേ രണ്ടിന് മാനുവലായിട്ട് ചെയ്യാം. ബ്രൈറ്റ്നെസ് രാവിലെ ആകുമ്പം തിരിച്ച് 1 തന്നെ ആക്കിയാൽ മതി. ഓ അതേ 1 ആക്കണോ അപ്പൊ ഇനി? ഇപ്പൊ ഓക്കെ ഇപ്പൊ ഓക്കെ. അണ്ണാ മുച്ചിരി കോലീഡർ ആക്ക്. വേണ്ട അതിനുള്ള ബുദ്ധിയൊന്നും ഇല്ല എനിക്ക്. നീ പറഞ്ഞെന്തായാലും കാര്യമല്ല. ഞാൻ ഇപ്പൊ തന്നെ ആക്കാൻ വേണ്ടി ഇരിക്കുവാ. പെട്ടെന്ന് അനൗൺസ് ചെയ്യാൻ വിചാരിച്ചേ. മന്ദാരം എന്നെ ഡ്രാഗാക്കും ഗ്യാങ് ഹൗസിലോട്ട്. മന്ദാരം ഇവിടെ ഉണ്ടോടാ? ഹലോ മന്ദാരം. മന്ദാരം സിറ്റിയിലാ താഴോട്ട് പോയെന്ന് തോന്നുന്നു. വീട് താഴപ്പ് എന്തൊക്കെയാണ് അണ്ണാ വില്ലുമ്മൻ ടീച്ചറുടെ കൂടെ വീസിയിൽ ഇരിപ്പുണ്ടോ? ഇറങ്ങിപ്പോയി അവിടെ കേറിയാ അച്ചി എന്തിനു പറയാൻ. അയ്യോ വണ്ടി റിവീൽ ചെയ്തോ? ഗ്യാങ് വണ്ടി ലീക്ക്ഡ്. എടാ നീ ഇപ്പൊ ഇത് ഇടണ്ട എന്ത് ആവശ്യം ഉണ്ടായിരുന്നടാ? വാറായി പോയി. സോറി കണ്ടുപിടി. അതിന്റെ കൂടെ ക്രാഷ് ആയി പോയി. പഴയ വണ്ടിയാ അത്. ഗ്യാങ് വണ്ടി ഒന്നും അല്ല അത്. ഇപ്പൊ പോയത് പഴയ വണ്ടിയാ. ഞങ്ങളുടെ വരാം. ചന്ദ്രു ലീക്കിടും. പിന്നെ എടാ ഈ മന്ദാരത്തിനോട് എന്നെ ഒന്ന് പകലാക്കി തരാൻ പറഞ്ഞടാ. എടാ നമ്മളെ വണ്ടി ഇപ്പൊ ആരും എടുത്തോണ്ട് പോയോ? ഇത് ഗ്യാങ് ഹൗസിന്റെ ഫ്രണ്ടിൽ കൂടെ. ഞാൻ 20 പോയില്ലേ? ഞാൻ ടീടത്തിന്റെ എവിടെയാണ്? മന്ദാരോ ഗ്യാങ് ഹൗസ് ഡ്രാഗാക്കും. ബായിന്റെ ഈ വണ്ടിയല്ലേ ഇപ്പൊ പോയേ? ഈ വണ്ടിയാണോ നിങ്ങൾ ഗ്യാങ് വണ്ടി എന്ന് പറഞ്ഞേ? ഗ്യാങ് ഹൗസിലോട്ട് ഒന്ന് ഒരു ട്രാഗ് ചെയ്യാൻ എന്താ പണിയില്ലേ? അഡ്മിനായ ഷോ കാണിക്കല്ലേ? ഇപ്പൊ നോക്കി എങ്ങനെ ഉണ്ടെന്ന്. ഞാൻ നിങ്ങളെ ഒരു സാധനം ഒന്ന് കാണിച്ചു. എന്റെ ഒന്ന് എല്ലായിടത്തും ഒന്ന് പെട്ടെന്ന് കേറാൻ പറയണേ. ഞാൻ നിങ്ങക്ക് ഇനി ഒരു ബ്യൂട്ടി കാണിച്ചു തരാം. എന്റെ പൊന്നോ വണ്ടി തള്ളത്തില്ലേ? ഈ ബ്രേക്ക് പോയി കഴിയുമ്പോ കാമുകയ്ക്ക് ഭയങ്കര സൗന്ദര്യം തോന്നിക്കുമെന്ന് പറയൂലേ, ആ സാധനമാണിത്. ഡിസ്പ്ലേ ഇതൊന്ന് കുറച്ചോട്ടെ കൈസ്. ഞാൻ ഇവിടെ കുറച്ച് ഇത് കൂട്ടിയായിരുന്നു. ഡിസ്പ്ലേ ഞാൻ കുറച്ചുകൂടെ അതിന്റെ ഇത് കുറച്ച് കാണിച്ചു തരാം നിങ്ങൾക്ക്. കളർ കറക്ഷൻ ബ്രൈറ്റ്നെസ് ഒരു 0.5 മതി. കളർ കറക്ഷൻ എഫക്റ്റ് മിനിമൈസ് ചെയ്തിട്ട് കളർ കറക്ഷൻ. ഇതറിയാതെ മറ്റേ ആ ഇതടിച്ചത് കേട്ടാ.
എന്റെ അമ്മച്ചി ഇത് കണ്ട കാർണേജ് ഇതിനകത്ത് ലോഡ് ചെയ്തിട്ടില്ല കാർണേജ്, അല്ലെ ഞാൻ കാർണേജ് എടുത്ത് കാണിച്ചു തരാം. നിങ്ങൾ ഇതിനകത്ത് കേറുമ്പോ ഷെയ്ഡ് കണ്ടോണേ, ഇത് നോക്കിക്കോണേ. ഇതാണ് ഹൈ ഗ്രാഫിക്സിൽ ഈ വണ്ടിയുടെ ക്വാളിറ്റി. ഞാൻ ഇന്ന് മോഡ് ഗ്രാഫിക്സ് മോഡ് ഇട്ടിട്ട് ഈ വണ്ടി കയറി കണ്ടപ്പം എനിക്ക് ഈ വണ്ടി മാറ്റാൻ തോന്നിയില്ല കൈ, സത്യം പറയാലോ. നമുക്ക് പക്ഷേ ലുക്സ് മാത്രമല്ലടാ, നമുക്ക് വാറ് മെയിനായിട്ട് നമുക്ക് ഇനിയിപ്പോൾ PvP കാര്യങ്ങളൊക്കെ ഒരുപാട് വരുന്നുണ്ട്, അതെല്ലാം നമുക്ക് ഫോക്കസ് ചെയ്യണം. അതുകൊണ്ട് മാത്രമാണ് നമുക്ക് ഇങ്ങനെ ഒരു ഞാൻ ഇന്ന് വൈകുന്നേരം ഞാൻ അമ്പത്തൂരോട് ജസ്റ്റ് പറയാം, അമ്പത്തൂര് നമുക്ക് അമ്പത്തൂര് അപ്പോഴേ ഫോൺ 3 ബീപ്പ് കേട്ടിട്ട് അവിടെ വീട് ഇല്ലെന്ന് തോന്നുന്നു. അവനില്ല അമ്പത്തൂരിൽ കയറാൻ പറ്റൂലേ, അവനില്ല എന്തായാലും. അമ്പത്തൂര് അപ്പോഴേ തൂങ്ങി. നിങ്ങൾക്ക് കാർണേജ് വേണോ ഹൈന വേണോ? എൻ്റെ പേഴ്സണൽ വണ്ടിയായിട്ട് അതിൽ ഒരെണ്ണം ഡ്രീമറിന് കൊടുക്കണം. നമുക്ക് കസ്റ്റം വണ്ടിയായിട്ട് ഹൈന വേണോ കാർണേജ് വേണോ? ഓക്കെ, ഏതെങ്കിലും ഒരെണ്ണം സെറ്റാക്കാം. ഈ മോഡിന് ലൈറ്റിംഗ് ഇഷ്യൂ എന്തോ ഉണ്ട് കേട്ടോ, ഈ മോഡിന് അത് ഫിക്സ് ചെയ്യണം. അത് ഇവൻ എന്തോ വണ്ടിയുടെ എന്തോ ഇട്ടേക്കും, അതിന് എല്ലാം കൂടി ഇടാനുള്ള സമയമില്ല. കാർണേജ് മാത്രമേ ഉള്ളൂ ചാറ്റില്. ഫോട്ടോ ഇട്ടോടെ എല്ലാ പേജില് എടാ അപ്പാപ്പനോ ഇതിനകത്ത് അഡ്മിൻസ് വേറെ ആരും ഇല്ല? മന്ദാരം എന്ത് ചെയ്യും? റേഡിയോ ഇല്ലല്ലോ. ആ പറയടാ. എന്റെ ഫോട്ടോ ഇട്ടേക്കട്ടെ എല്ലാ പേജില്. ആ മറ്റേ ഫോട്ടോ എല്ലാ പേജിലിട്ടെ, മറ്റേ ഫോട്ടോ എല്ലാ പേജിലിട്ടെ. 2 എണ്ണം ഉണ്ട്. മന്ദാരം എടാ എന്താ എല്ലാരടുത്തും ഒന്ന് പെട്ടെന്ന് കേറാൻ പറഞ്ഞിട്ട്. എടാ അവിടെ സ്റ്റേജ് ഒന്നും കാണുന്നില്ലല്ലോ. അണ്ണാ അതൊക്കെ വരികണ്ണ. ആ ഓക്കെ എന്നാ നോക്കി ഓക്കെ ഓക്കെ നോക്കട്ടെ. ഞാൻ ഒരു കാര്യം കാണിച്ചു തരാമേ. അയ്യോ ഇതിനകത്ത് യെല്ലോ പേജ് എവിടെ പോയി? യെല്ലോ പേജ് ഇല്ല എനിക്ക്. ക്യാമില് കാണില്ല, ഫുൾ സ്ക്രീൻ ആവൂലടാ ഓപ്പൺ ചെയ്യുമ്പോ. കാർണേജ് ഹൈറ്റ് കിടക്കട്ടോ കാർണേജിന്റെ. എടാ മറ്റേ ഫോട്ടോ ഇട്ടെടാ, മറ്റേ ഫോട്ടോസ് ഇട്ടെ. ഞാൻ നേരത്തെ അബദ്ധം പറ്റി പോയി. എടാ ഗജേന്ദ്ര വർമ്മേ നിന്നെ ഉണ്ടല്ലോ. ഞാൻ എല്ലാരും എക്സ്റ്റാറ്റ് കണ്ടോ, ഞാൻ അതിലൂടെ എക്സ്റ്റാറ്റ് പെട്ടെന്ന് ടൈപ്പ് ചെയ്ത് പെട്ടെന്ന് ടൈപ്പ് ചെയ്ത് പോയി വാറിലോട്ടായി പോയി. ചന്ദ്ര ചെയ്തിട്ടുണ്ട്. പുറത്ത് നോക്ക് പുറത്ത് ഒരു കാര്യം ഇട്ടിട്ടുണ്ട്. എവിടെ? വാട്സപ്പാ? ഇവൻ എന്തൊക്കെ എനിക്ക് അയക്കുന്നേ? ഏതാ കംഫർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനത് ഓർഡർ ചെയ്ത് തരാവേ. ഇല്ലാത്ത കാണിക്കല്ലേ ഡ്രീമറെ, വണ്ടി കയറി. അല്ല കംഫർട്ട് എന്ന് പറഞ്ഞാൽ ചേട്ടാ എന്റെ അടുത്ത് എന്ത് പറഞ്ഞത് ഓപ്പൺ ആയിട്ട് പറയാം. ഞാൻ എടാ ജസ്റ്റ് പമ്പിലോട്ട് വന്നേ സാർ, ഫ്യൂൽ കേട്ടോ വണ്ടിയിൽ. എല്ലാവർക്കും വെൽക്കം ടു സ്ട്രീം. സർപ്രൈസ്, ഒരു സർപ്രൈസ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ. ആ സർപ്രൈസ് ഒക്കെ റിവീൽ ചെയ്യാം. വെയിറ്റ് ചെയ്യും, റിവീൽ ഉള്ള ടൈം ആവണതേ ഉള്ളൂ. അളിയ നീ അത് എന്താ എന്തൊക്കെയാ ഭയങ്കര കാഷ്വൽ ആയിട്ട് പറയണ അളിയ. വിഷമമില്ല നിനക്ക് അതിനെ പോണേല്?
അതിന് എന്റെ വണ്ടി അറിഞ്ഞണ്ണന്റെ വണ്ടി നമുക്ക് രണ്ടുപേർക്ക് എന്തായാലും വണ്ടി കിട്ടുമല്ലോ. നമ്മളൊന്നും വിഷമിക്കുന്നത് ഒരു ഇമോഷൻ ഇല്ലാത്ത അച്ചിപ്പട്ടി എന്നാ കുറച്ചുകൂടി ഇമോഷണൽ ആയി കഴിഞ്ഞോണ്ടല്ല ഈ കാണുന്ന കഴിവേറികളുണ്ടല്ല, നമ്മൾ സ്വർണ്ണ വണ്ടി ഇതിന്റെ മുകളിൽ കൊണ്ടുവച്ചാലും അവന്മാര് പറയാം ഹൈനയാണ് ടോപ്പ്. അല്ലടാ ഈ വണ്ടിക്ക് ഒരു ഫാൻ ബേസ് ഉണ്ടളിയാ. ഈ വണ്ടിയുടെ ഫാൻ ഞാൻ ഒരു കാര്യം പറയാം നിന്റെ അടുത്ത് അളിയാ. നമ്മളിപ്പോ എക്സാമ്പിൾ ഇപ്പം നമ്മള് ഒരു സാധനം നമ്മൾ ഈ ഒരു വണ്ടി എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും എടുത്തിട്ട് ഒന്നാമത്തെ കാര്യം നമുക്കൊരു വാർ കളിക്കാനുള്ള യോഗം പോലെ ഒരു ടർഫ് കളിക്കാനുള്ള യോഗം പോലും ഉണ്ടായിട്ടില്ല. മനസ്സിലായോ? സത്യം. അത് പക്ഷേ ഈ വണ്ടി അത് കഴിഞ്ഞപ്പോഴത്തേക്ക് കുറെ ആൾക്കാര് സ്ട്രീമും അതൊക്കെ ചെയ്ത് ഇത് ഈ വണ്ടിക്ക് ഒരു ഫാൻ ബേസ് ആയി ഓൾറെഡി. ഈ ലേറ്റ് നൈറ്റ് ആർപിക്കാരന്മാരില്ലേ, അവന്മാരാണ് ഈ വണ്ടിയുടെ സൗന്ദര്യം ഇവരിലേക്ക് എത്തിച്ചത്. അതെ അതെ, മറ്റേ മോഡൊക്കെ ഇട്ട് കളിക്കുന്നവര്. അതെ അതെ, അവരാണ് ഇതിന്റെ SRK എവിടെ പോയി? അവൻ പോയോ? SRK ഇല്ല, ഞാൻ പോയില്ല, എന്റെ റേഡിയോ ഇല്ല. അവ പമ്പിൽ അയ്യോ അവൻ നമ്മുടെ ഗ്യാങ് ഹൗസിലോട്ട് പോയി കാണും. ഞാൻ ഒരു പാട്ടിട്ടാ നിനക്ക് വിഷമാവോ? ഇല്ല ഇല്ല കേസ് അവിടെ അണിയറ പ്രവർത്തനങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കുന്നേ ഉള്ളൂ. അത് അതൊന്നും വരെ ഒന്ന് പറ്റിയാണ്. ഏത് പാട്ട് ഇടണം ഗൈസ്? ഒരു ശോകപ്പാട്ട് പറഞ്ഞേ ഗൈസ്, ഒരു ശോകപ്പാട്ട് പറഞ്ഞേ ഗൈസ്. ചന്ദ്രൻ ലിപ്സ്റ്റിക് കിട്ടണേ. See you again. ലിപ്സ്റ്റിക് എടാ അതെ, ചിലതിൽ ബഗ്ഗാണ്. അല്ല എന്നാ ദൈവം ഒരു പയ്യോടെ റിപ്പയർ ഇരിക്കുന്നത് ആര്? ഉമ്പി അണ്ണാ, ഉമ്പി ഞാൻ ഉമ്പി. അയിന അണ്ണാ 6 അടി പാട്ടുള്ള ആൾക്കുണ്ടോ? എനിക്കൊരു ആഗ്രഹം ഉണ്ടറിയാ. പറ ഞാൻ അങ്ങോട്ട് പോകാം. അണ്ണനത്തെ തെക്കോട്ട് തിരി അവിടെ അത് നമ്മള് ഈ ആഗ്രഹം നമ്മൾ എന്തായാലും സബലീകരിക്കും ഉടനെ തന്നെ. ഇത് അടുത്തത് നമ്മൾ അടിക്കൽ. അവിടെ നമ്മള് അതിനെ ഇവിടെ കൊണ്ടിടാൻ പറ്റിയില്ലടാ. ശബ്ദം വേണ്ടല്ലോ എന്നാ വണ്ടി. എനിക്ക് വെള്ളം ഉണ്ടെന്നാണ് ഓറാ ഫാമിലി വണ്ടി വെറുതെ നിന്നിട്ട് അല്ലേ നല്ല ദിവസം. കിട്ടിയല്ലോ. എന്നാ ഫോട്ടോ എടുക്കണ്ടേ? അല്ല ഫോൺ എടുക്കുന്ന എടാ ഇവിടെ ഫോട്ടോ അപ്പുറത്തേക്ക് പോ. ഓ ചോക്ലേറ്റ് ആണ്. ഞാൻ എടുത്തേ. പുറത്ത് കിട്ടോ?
ഞാനേ മരണ വീട്ടില തേമയും കൊണ്ട് വന്നേക്കണേ മരണ വീട്ടിൽ തേമയായിരുന്നു. ഞാൻ വണ്ടി നേരെ വേണ്ട 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 ഒരു യാത്രാ വഴി കൂടെയാ എന്താടാ അല്ല സ്റ്റിൽ എത്രയൊക്കെ ഞാൻ തമാശയായിട്ട് പറഞ്ഞാലും എന്റെ ഓൾ ടൈം ഫേവറേറ്റ് അല്ല ചന്ദ്ര, നമ്മൾ എത്രയൊക്കെ ഇതായിട്ട് പറഞ്ഞാലും നമ്മുടെ ഓൾ ടൈം ഫേവറേറ്റ് വണ്ടിയിൽ ഒന്ന് തന്നെയാണ് അതിനെ കാരണം. ഉറപ്പായിട്ടും അതിലൊരു ഇതില് നിൽക്കും എന്തായാലും. നമ്മുടെ മനസ്സിലും കാണും, ഒരിക്കലും നമ്മൾ മറക്കൂല. ഈ വണ്ടി കാരണം നമ്മൾ ഈ വണ്ടി നിങ്ങൾക്ക് മിസ് ചെയ്യൂല. അണ്ണാ നമ്മൾ ഈ വണ്ടി നമ്മൾ ഇറക്കിയപ്പോ ഒരു ഓളം ഉണ്ടായിരുന്നു. കാരണം നമ്മൾ ആ സമയത്ത് ഇറക്കിയപ്പോഴും ഇത് ലൈക്ക് വെച്ച് അങ്ങനെ കുറെ സംഭവങ്ങൾ, കുറെ പുതുതായിട്ടുള്ള ഒരു ടെക്നിക്സ് വെച്ചിട്ടാണ് നമ്മൾ ഈ വണ്ടി ചെയ്തത്. അതിനുശേഷമാണ് നമ്മുടെ വണ്ടിയുടെ കുറെ സംഭവങ്ങള്, കുറെ കാര്യങ്ങൾ വെച്ചിട്ട് പിന്നെ കുറെ വണ്ടികൾ ഇറങ്ങി സിറ്റിയില്. ഇതൊരു ട്രെൻഡ് മേക്കർ വണ്ടിയായിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. കുറെ സംഭവങ്ങൾ വന്നു, വിഷയമായിരുന്നു. എനിക്ക് ഇപ്പൊ ഓർമ്മ, നമ്മള് ഈ വണ്ടി ലോഞ്ച് ചെയ്ത സമയത്ത് നമ്മള് ഓർമ്മയുണ്ടാത് കൊറേ നമ്മുടെ ഓർമ്മകള്, കൊറേ മെമ്മറീസ് ഫുള്ളി കാണിച്ചിട്ട് നമ്മൾ ഈ വണ്ടി കൊണ്ടുവന്നെ. നൈസായിരുന്നത്. സത്യം. ഇതാണോ പാട്ട്? എന്റെ ഫ്രണ്ട് ചെയ്യുന്നുണ്ടോ? പിന്നെ ഹലോ അണ്ണാ, വേറെ ഞാൻ പറയട്ടാ. പറ. ഈ വണ്ടി ഇടയ്ക്ക് കുറെ നന്ദലത്തന്മാര് വേറെ കുറെ ഇടത്തൊക്കെ ഇറക്കിയല്ലോ. പക്ഷെ ഈ വണ്ടി ആരെവിടെ കണ്ടാലും ഇത് ടീ വരെ വണ്ടിയാ. അതിന് അവൻ